മുമ്പ് മൂലയിലത്ത് പറഞ്ഞവരെ ഇനി ഒരു പ്രസംഗത്തിൽ പ്രസക്തിയില്ല. ഞാനിന്ന് രാവിലെ 10 മണിക്ക് പരിപാടി എന്താണെങ്കിലും 11 അത് കഴിഞ്ഞപ്പോൾ 11:30 തീർത്തിട്ട് പഞ്ചായത്തിൽ എത്താമെന്നോർത്ത് പഞ്ചായത്ത് മീറ്റിംഗ് ഫിക്സ് ചെയ്തു. എന്നുവെച്ചാൽ ഉടനെ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഗുണമുറക്കില്ല ഓട്ടം. ഫെബ്രുവരി 20-ാം തീയതിയാവും അടുത്ത വർഷം പദ്ധതി പാസ്സാക്കിയത്. അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ പുറകോട്ട് വളരെയധികം പ്രധാനപ്പെട്ട പഞ്ചായത്തല്ലേ. ഇപ്പോൾ പോകാൻ നോക്കുമ്പോൾ ഓരോ ദിവസവും ഓരോ നിമിഷം കഴിയുന്നതോറും ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. അത്ര നന്നായിട്ട് കാര്യങ്ങൾ എല്ലാം ഇവിടെ മനോഹരമായി ചിട്ടപ്പെടുത്തി നല്ല രീതിയിൽ നടപ്പാക്കി എങ്ങനെ പോകാൻ തോന്നുന്നു. അവർ അങ്ങനെ ഇരുന്നിരുന്നു. എന്താണെങ്കിലും എനിക്ക് ഈ സ്കൂളിനോടുള്ള ഒരു ബഹുമാനം എന്ന് പറയുന്നത്, എനിക്ക് എൻ്റെ അമ്മ പഠിച്ച സ്കൂളല്ലേ, അപ്പോൾ ഒരു അമ്മ സ്കൂളിനോടൊരു ബഹുമാനമുണ്ട്. ഇവിടുത്തെ പരിപാടി പൂർണ്ണമായും പങ്കെടുത്ത് അതിൻ്റെ ധന്യത വാങ്ങാതെ പോയാൽ അമ്മ കാണും. അതുകൊണ്ട് ഇത് അമ്മ സ്കൂളിനോടുള്ളൊരു അമ്മയ്ക്കുള്ള ആദരം കൂടെ ആയിട്ട് കാണുക. അപ്പം ഞാൻ ഓർക്കാൻ ഇത്രയും പ്രധാനപ്പെട്ട ഈ കലാലയത്തിൽ 77 സംവത്സരങ്ങൾ, ആ സംവത്സരങ്ങൾക്കിടയിൽ ഒരുപാട് പ്രതിഭകൾ കടന്നു പോയിട്ടുണ്ട്. ഇത് ഇവിടെ മാത്രമല്ലല്ലോ, കേരളത്തിലാകെയും കത്തോലിക്ക സഭ കലാലയങ്ങൾ തുടങ്ങി. അതിലൂടെ കേരളം വളരെയധികം ഉന്നതിയിലേക്ക് എത്തി. നമുക്കറിയാം, പള്ളിക്കൂടം എന്ന പേര് പറഞ്ഞത് തന്നെ പള്ളിയോടൊപ്പം കൂടങ്ങൾ തുടങ്ങിയതാണ്. അത് ചാമറയത്തിൻ്റെ ഒരു തെറ്റൂരമായി. എല്ലാം പള്ളിയോടൊപ്പം കൂടങ്ങൾ തുടങ്ങാൻ. അതാണ് കേരളത്തെ എല്ലാ നിലയിലും മുന്നേറ്റം. 1991 ലോകാരോഗ്യ സംഘടന ഏറ്റവും അധികം ജനന നിരക്ക് നിയന്ത്രിച്ചതിന് കേരളത്തിന് അവാർഡ് കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞതിനെപ്പറ്റി പഠനം നടത്തിയപ്പോൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നിലവാരമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യത്തിലും കേരളത്തിനൊരു പ്രാധാന്യം ഇന്ത്യ സംസ്ഥാനങ്ങൾക്കിടയിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാം പിന്നിൽ നമ്മുടെ വിദ്യാഭ്യാസമാണ് അതിൻ്റെ കാരണം. അതുകൊണ്ട് തന്നെ ചാവറ ചുവട്ടിലുള്ള ക്രിസ്ത്യൻ മിഷണറിമാർ പഠിച്ചുകൊടുത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതോടൊപ്പം തന്നെ ഇവിടുത്തെ SNDP NSS ഒക്കെ പഠിച്ചുകൊടുത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമാണ്. അതിലേറ്റവും മികച്ച ഒരു സ്കൂളുകളിൽ ഒന്നാണ് സെൻറ്റ് ഫിലോമിനസ് ഹൈസ്കൂൾ. എത്രയോ വർഷങ്ങളായി പല പല അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഞാൻ ഓർക്കായിരുന്നു. ഇപ്പോൾ 2 പേര് പിരിഞ്ഞു പോകുമ്പോൾ ഞാൻ 95 പഞ്ചായത്തും പറയാതെ പതുക്കെ മുന്നേ നിങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കാൻ കയറി 1000 കുട്ടികളുടെ അകക്കണ്ണ് ഉറപ്പിച്ചിട്ടുണ്ട്. ആ 1000 കുട്ടികൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും. നന്മ വരുവാൻ എന്താണേലും ശിഷ്ട ജീവിതം, വിശ്രമ ജീവിതം ഞാൻ പറയുന്നില്ല. വിശ്രമിക്കരുത്. വിശ്രമിച്ചാൽ മനുഷ്യനെ കൊണ്ട് നിങ്ങളുടെ ഇത്ര നാളത്തെ അനുഭവ സമ്പത്ത് അത് വീണ്ടും ഈ ലോകത്തിന് വേണ്ടി നിങ്ങൾ ഈ മനുഷ്യർക്ക് വേണ്ടി നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. കനിവിൻ കതിരുകൾ എന്നും നിങ്ങൾക്കുണ്ടാവട്ടെ. ജീവിതത്തിൽ നന്മയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ആശംസകളും നേരുന്നു. ഈ പരിപാടി വളരെ മനോഹരമാക്കി, വളരെ ഗംഭീരമാക്കിയ സ്കൂൾ മാനേജ്മെൻറ്റിനും അധ്യാപകർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.